നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി വീണ ജോർജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവാദം കത്തിപ്പടരുകയാണ്. അതങ്ങനെ വെറുതെ വിടാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒന്നും തയ്യാറാകാതെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ജനങ്ങളും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം കൈവച്ചിടത്തെല്ലാം തന്നെ വൻ വിവാദങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആശാവർക്കർമാരുടെ കാര്യത്തിലും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ ഇല്ലാത്തതും ഒക്കെ തന്നെ ഒരു കറുത്ത ഏടായി വീണ ജോർജിന്റെ തലയിൽ തന്നെ വീണിട്ടുണ്ട്. കേരളം ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ എപ്പോഴും വിലയിരുത്തുന്നത് ശൈലജയുടെ ഒരു പേര് വെച്ചായിരുന്നു. ആ ഒരു പേരിലേക്ക് ഉയരാനും വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ 7 അയലത്തെത്താനും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു തവണ കൂടി അധികാരം കിട്ടിയാൽ മന്ത്രി കസേരയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദവിയോ വീണയ്ക്ക് കിട്ടാനുള്ള സാധ്യതയും മങ്ങുകയാണ്. കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ വെറുക്കപ്പെട്ട ഒരു മന്ത്രിയായി വീണ ജോർജ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോട് ഇടപഴകാൻ ഇവർക്കറിയില്ല. ആശാവർക്കർമാരുടെ കാര്യത്തിലൊക്കെ വലിയ വീഴ്ചയാണ് വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ സ്ത്രീകളുമായി ഒന്ന് സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ പോലും തയ്യാറാകാതെ അവരെ അവഹേളിക്കുന്ന നിലപാടായിരുന്നു വീണ ജോർജ് സ്വീകരിച്ചത്. ഇത് ജനങ്ങൾ കണ്ടതാണ്. അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ശക്തമായതും ഒക്കെയാണ്. അതായത് സ്ത്രീകൾ വീണ ജോർജിനെതിരെ ചൂലെടുക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് വിഷയത്തിലും സമാനമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. വീണ ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഭരണത്തിൽ 3ാം ഊഴത്തിനു വേണ്ടി കച്ചമുറുക്കി നിന്ന CPM-നെ എത്ര ഞൊടിയിടയിലാണ് ഡോക്ടർ ഹാരിസ് ഹസൻ നിലത്തടിച്ച് മുഖംമൂടി നീക്കിയത്. കേരളം കണ്ട ഏറ്റവും മിടുക്കിയായ ആരോഗ്യമന്ത്രി എന്ന് സ്വയം പുകഴ്ത്തുന്ന മന്ത്രി വീണ ജോർജിനെ ഇങ്ങനെ ഒരു കുഴിബോംബ് കാത്തിരിപ്പുണ്ടെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അതാണ് അരുതാത്തത് കണ്ട് പ്രകൃതി തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയുണ്ടെന്നാണ് തോന്നുന്നത്. കപ്പേളയിൽ പോയി ചെയ്ത പാപങ്ങൾക്ക് എന്തായാലും മുട്ടുകുത്തി പ്രാർത്ഥിക്കൂ. ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ ഏതിനും കർത്താവ് മാപ്പ് തരും. പക്ഷെ ICUവിൽ അബോധാവസ്ഥയിൽ കിടത്തിയിരുന്ന ഒരു വനിതയുടെ അടിയുടുപ്പ് നീക്കിയുള്ള ആഭാസത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് ഭൂമി ക്ഷമിക്കില്ല. വീണ ജോർജിനെ തൂക്കി താഴെ അടിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശക്തിധരൻ പങ്കുവച്ചിരിക്കുന്നത്. വീണ ജോർജിനിട്ട് മാത്രമല്ല പിണറായിക്കും ഇടത് ഭരണത്തിനുമെതിരെയാണ് ശക്തിധരൻ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ശക്തിധരന്റെ പോസ്റ്റിലെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെയാണ്. PV അൻവറും ഡോക്ടർ ഹാരിസും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷെ ഇരുവരുടെയും പ്രഹരശേഷി അസൂയാർഹമാണ്. രണ്ടിലും അതിശക്തരെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷം വെറും കാഴ്ചക്കാരും. അവർ ചിത്രത്തിലേ ഇല്ല. ഡോക്ടർ ഹാരിസ് പൊട്ടിച്ച ബോംബ് എന്നെങ്കിലും പ്രതിപക്ഷത്തിന്റെ ചിന്തയുടെ വക്കിൽ പോലും ഉണ്ടായിരുന്നില്ല. അത് 10,000-കണക്കിന് കുടുംബങ്ങളുടെ പോക്കറ്റടിച്ചുകൊണ്ടിരുന്ന ജീവൽ പ്രശ്നമാണ്. പക്ഷെ ഓരോ വർഷവും ദശലക്ഷങ്ങൾ പ്രതിപക്ഷത്തിന്റെ ത്യാഗോജ്വല പ്രവർത്തനത്തിന്റെ മറവിൽ ഖജനാവിൽ നിന്ന് എണ്ണി വാങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളാനകൾ എന്തേ ഇതൊന്നും തെരഞ്ഞുപിടിച്ച് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ അറിയിച്ചില്ല. ഇവനൊക്കെ എന്താ പണി? നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകളെ മൂടിവെക്കുക, വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ തരപ്പെടുത്തുക എന്നിവയാണോ? എനിക്കറിയാം എന്നോടുള്ള ശത്രുത ഇതോടെ 10 മടങ്ങാകുമെന്ന്. എനിക്ക് പുല്ലാണ്. ഒരു കാര്യം ഓർക്കുക, ഞാൻ അൻവറല്ല, വെറും നിസ്വൻ. എവിടെയാണ് കള്ളക്കമ്മട്ടം ഇരിക്കുന്നതെന്ന് എനിക്ക് ഏകദേശ ധാരണയുണ്ട്. ജനവഞ്ചന കാട്ടുന്നവരെ വെറുതെ വിട്ടിട്ടില്ല. എന്റെ ക്രെഡൻഷ്യൽ എന്റെ പത്രപ്രവർത്തന ലെഗസിയിൽ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. എത്ര കൂറ്റൻ കൊള്ളക്കാർക്ക് കാരാഗൃഹത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയെ നിലത്തിറക്കി മുട്ടിൽ നിർത്തിച്ചിട്ടുണ്ട്. പോലീസ് എഴുതി തള്ളി എന്ന് ആശ്വസിച്ചിരുന്ന കൊലക്കേസുകളിലെ പ്രതികൾ ഉയിർത്തെഴുന്നേറ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. പെൺവേഷത്തിൽ ആൾമാറാട്ടം നടത്തിയ കൊലക്കേസ് പ്രതി ജീവപര്യന്തം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കൊഫെപോസെ കേസ് പ്രതികൾ ഹോട്ടലിൽ നിയമവിരുദ്ധമായി ഭാര്യമാരുമായും പ്രേയസികളുമായും തമ്പടിച്ചപ്പോൾ അവർ യഥാർത്ഥത്തിൽ താമസിക്കേണ്ട ജയിൽ മുറിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോരത്തിളപ്പ് കൊണ്ടാകാം. പക്ഷേ ഈ എന്നേക്കാൾ പ്രായത്തിൽ താഴെ നിൽക്കുന്ന ഏതെങ്കിലും നേതാവ് പിണറായി വിജയൻ അപ്പുറത്തുണ്ടാകും എന്ന് വിചാരിച്ച് എന്നെ ഭസ്മമാക്കി കളയാം എന്ന് വിചാരിച്ചാൽ പ്രഭു, അത് നടക്കില്ല. ഒരു ജന്മമേ ഉള്ളൂ. അത് അഭിമാനപൂർവ്വം പൂർത്തിയാക്കണം. എത്ര DGP-മാരുടെ തൊപ്പി തെറിപ്പിച്ചിട്ടുണ്ട്. എത്ര ശതകോടീശ്വരന്മാരുടെ മയക്കുമരുന്ന് സാമ്രാജ്യവും കള്ളക്കടത്തും എറണാകുളം തുറമുഖത്തിലെ 2 വാർഫുകളിൽ നിന്നും പാതിരാത്രി പിടിച്ചെടുത്ത് പ്രതികളെ ജയിലിൽ അടച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പാമ്പിൻ തോൽ എറണാകുളം വാർഫിൽ നിന്ന് പിടിച്ച് പ്രതികളെ ജയിലിലാക്കിയിട്ടുണ്ട്. ഇത് എഴുതിയാൽ അവസാനിക്കില്ല.
ഇതെല്ലാം ഞാൻ ചെയ്തത് EK നായനാരുടെയും VSന്റെയും പിണറായിയുടെയും MM ലോറൻസിന്റെയും കരുത്തിലാണ്. ഒരു തെറ്റിനും കൂട്ടുനിൽക്കണം എന്ന് ഇവരിൽ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വമ്പന്മാർ കേസുകളുടെ പടക്കങ്ങൾ പൊട്ടിച്ചപ്പോൾ എന്റെ കീശയിൽ നിന്ന് ചില്ലിക്കാശ് ചെലവാക്കാൻ പാർട്ടി അനുവദിച്ചിട്ടില്ല. ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു. എല്ലാ കേസുകളിലും വിജയശ്രീ ലാളിതനായി. ഒരു ചീഫ് ജസ്റ്റിസ് വിധിയിൽ പറഞ്ഞു, കേസിൽ പ്രതിയുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള പത്രപ്രവർത്തകർ ഇല്ലെങ്കിൽ നാടിരുട്ടിലാകുമെന്ന്. അതുകൊണ്ട് വെറുതെ വിടുന്നു. ഞാൻ പ്രതിയല്ലാത്ത ഒരു കേസിലാണെങ്കിലും സുപ്രീം കോടതി ജഡ്ജി ഒരു കക്ഷിക്ക് ഫേവർ ചെയ്യാൻ പ്രതികൾക്കൊപ്പം അത്താഴം കഴിക്കുന്നത് കണ്ടപ്പോൾ ഞെട്ടി. രാവിലെ കോടതിയിലേക്ക് ജഡ്ജി ഇറങ്ങിയപ്പോൾ തന്നെ ദില്ലിയിലെ വസതിയിൽ വിളിച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ വളരെ ക്രൂധനായിരുന്നു അദ്ദേഹം. എന്നെ തവിട് പൊടിയാക്കുമെന്ന് ഫോണിൽ ഭീഷണിപ്പെടുത്തിയ ജഡ്ജി കേസ് വിളിച്ചപ്പോൾ നീതിയുടെ പ്രതീകമായി കേസ് കേൾക്കാതെ പിൻവാങ്ങി. സത്യത്തിന്റെ പ്രതീകം തന്നെയാണ് അദ്ദേഹം. ഇപ്പോഴും മലാൺമയ്ക്ക് അഭിമാനമായി ആ സാത്വികൻ ജീവിച്ചിരിപ്പുണ്ട്. ഇനിയും പൂച്ചക്കാര് മണി കെട്ടുമെന്ന ചോദ്യം ഡോക്ടർ ഹാരിസ് ഉയർത്തിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ കൊലകൊമ്പന്മാരുടെയും പിന്തുണയില്ലാതെ ഇങ്ങനെയും ചില പോരാട്ടം നടക്കുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. CN രവീന്ദ്രൻ വെറും SSLC-കാരനും ഭരണ സ്വാധീനം ഉപയോഗിച്ച് ശതകോടികൾ കുന്നുകൂട്ടുന്നവനും ബിനാമിയുമാണ്. ആ SSLC-കാരനാണ് CPM പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണപക്ഷത്തെ വിറകൊള്ളിച്ച എത്രയെത്ര അഴിമതികൾ സഭയിൽ കൊണ്ടുവരാൻ അണിയറയിൽ പ്രവർത്തിച്ച ചാലക ശക്തിയെന്ന് എത്ര പേർക്കറിയാം. ഇന്നത്തെ പ്രതിപക്ഷത്തിന് വേണ്ടി ആ ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ CN രവീന്ദ്രന് പുച്ഛഭാവമായിരിക്കും. എനിക്ക് ഒരു കാര്യത്തിലെ വാശിയുള്ളൂ. വാടക കൊലയാളികളെ ഉപയോഗിച്ച് എന്റെ ചെന്താരകമായ TP ചന്ദ്രശേഖരനെ 51 വെട്ടിൽ വകവരുത്തിയ പിശാചുക്കൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക. ഖജനാവ് കൊള്ള ചെയ്ത് വാരിക്കൂട്ടിയ സ്വർണവും പവിഴവും കൊള്ള മുതലും പിടിച്ചെടുത്ത് ഖജനാവ് മുതൽക്കൂട്ടാക്കുക. ഇതിനൊപ്പം നിൽക്കുന്നവരല്ല മുഴുവൻ പ്രതിപക്ഷവും എന്നെനിക്കറിയാം. KK രമയെ കാണുമ്പോൾ വെളുക്കെ ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാകുമെന്ന് നന്നായി അറിയാം. അവരുടെ DNA നമുക്കറിയാം. പക്ഷേ ആകസ്മികമായ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇത്രയും വിഹുലതയാർന്ന മുഖം മന്ത്രി വീണയിൽ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സൗന്ദര്യവർദ്ധക സാധനങ്ങൾക്കൊന്നും ആ കാപട്യം മറയ്ക്കാനുള്ള ശേഷിയില്ല. ആ മുഖത്തിന്റെ യഥാർത്ഥ രൂപം ഭൂഗോളത്തിൽ എവിടെയിരുന്നും കാണുകയാണ് ജനം. വലിയ രീതിയിൽ വീണ ജോർജിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും പിടിപ്പുകെട്ട പ്രതിപക്ഷത്തെയും വാരി അലക്കിയിട്ടുണ്ട് ശക്തിധരൻ.